ഇനി രാഹുൽ ഗാന്ധി ഇന്ന് കേരളത്തിലെത്തുന്നുണ്ട്. തെരഞ്ഞെടുപ്പിലെ ആ ജയത്തിന് ശേഷം ആദ്യമായിട്ടാണ് രാഹുലിന്റെ വരവ്. രാവിലെ 9 മണിക്ക് കോഴിക്കോട് വിമാനത്താവളത്തിലെത്തുന്ന രാഹുൽ 10 മണിക്ക് എടവണ്ണയിലും ഉച്ചയ്ക്ക് 2 മണിക്ക് കൽപ്പറ്റയിലും നടക്കുന്ന പൊതുസമ്മേളനങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് റോഡ് മാർഗം കണ്ണൂരിലെത്തി കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് ഡൽഹിയിലേക്ക് മടങ്ങും. AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയും രാഹുലിന് ഒപ്പമുണ്ടാകും. അനുമോദ് ചേരുന്നു വിവരങ്ങളുമായി. അനുമോദ്, അങ്ങനെ ജയത്തിന് ശേഷം രാഹുൽ എത്തുകയാണ് വീണ്ടും കേരളത്തിലേക്ക്. പക്ഷേ അത് വോട്ടർമാരോട് നന്ദി പറഞ്ഞ് മണ്ഡലം ഒഴിയുകയാണ് എന്ന് പറയാൻ കൂടിയാണ് എന്നുള്ള സൂചനകളൊക്കെയാണ് വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ രാഹുലിന്റെ? ഗുഡ് മോർണിംഗ്. രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ച് വലിയ ആവേശമാണ്. പക്ഷേ നേരത്തെ എൽദോ സൂചിപ്പിച്ചതുപോലെ അത് വയനാടിനോടുള്ളൊരു യാത്ര പറച്ചിലാകുമോ എന്ന വിഷമവും പലരും പങ്കുവെക്കുന്നുണ്ട്. കാരണം രാഹുലിന് വയനാടുമായുള്ള ആത്മബന്ധം അദ്ദേഹം തന്നെ പലവട്ടം പല വേദികളിലായി പറഞ്ഞിട്ടുണ്ട്. ഇത്തവണ തെരഞ്ഞെടുപ്പിന് ശേഷവും അദ്ദേഹം വയനാട് നിലനിർത്തണം എന്നൊരു വ്യക്തിപരമായ ആഗ്രഹമാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ പാർട്ടിയുടെ തീരുമാനം എന്താകുമെന്നറിയില്ല. വ്യക്തിപരമായിട്ട് രാഹുൽ ഗാന്ധിക്ക് വയനാട് തന്നെയാണ് താല്പര്യം. കേരളത്തിൻ്റെ ആ മതേതര മനസ്സും അതേപോലെ വയനാടിനോടുള്ള പ്രത്യേക സ്നേഹവും വയനാട്ടുകാരോടുള്ള പ്രത്യേക സ്നേഹവും ഒക്കെ അദ്ദേഹം എപ്പോഴും പങ്കുവെക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഈ സന്ദർശനം രാഹുലിൻ്റെ കൂടെ പ്രിയങ്ക കൂടി ഉണ്ട് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുപക്ഷെ ഈ വോട്ടർമാരോട് അദ്ദേഹം ഞാനിവിടെ നിന്ന് യാത്ര പറയാൻ നിർബന്ധിതനാവുകയാണ്, എനിക്ക് പകരം ഒരുപക്ഷെ പ്രിയങ്ക വരുമെന്നൊക്കെ പറയുകയാണെങ്കിൽ അത് വലിയ ഒരു ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധേയമായ ഒരു വാർത്ത. അനുമോദേ, ഒരു നിമിഷം തുടരുക. അനുമോദ് ഒന്ന് തുടരുക. സുരേഷ് ഗോപി ഉണ്ടല്ലോ കേരളത്തിൽ. അപ്പോൾ സുരേഷ് ഗോപി ഇപ്പോൾ കോഴിക്കോട് BJP ഓഫീസിൽ നിന്ന് പുറത്തേക്ക് എത്തുകയാണ്. അവിടെ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്തുകയാണ് സുരേഷ് ഗോപി.